ഹായ് ഓൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റിയിൽ കുത്തുന്ന വേദന അനുഭവപ്പെടാറുണ്ടോ? പ്ലാന്റാ ഫഷ്യേറ്റിസ് എന്ന അസുഖത്തിന് പല ചികിത്സ ചെയ്തിട്ടും വേദന മാറാത്തവർ ഈ ബയോമെക്കാനിക്സ് മനസ്സിലാക്കിയിട്ട് ഒന്ന് എക്സർസൈസ് ചെയ്യൂ, നല്ല റിസൾട്ട് കിട്ടും. ഈ കപ്പലിലെ കയറ് വലിച്ചു കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് വില്ലാസ് എന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മുടെ കാൽപാദത്തിൻ്റെ ഘടന പ്രവർത്തിക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ കാലുയർത്തി നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തള്ളവിരൽ മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? പാദത്തിനടിയിലെ കട്ടിയുള്ള ടിഷ്യൂ ആണ് ഈ പ്ലാന്റാ ഫേഷ്യ എന്ന് പറയുന്നത്. തള്ളവിരലിൻ്റെ എല്ലുകൾക്ക് ചുറ്റും ഒരു കയറ് പോലെ ഇത് മുറുകുന്നു. ഇത് പാദത്തിൻ്റെ ആർച്ചിനെ ഉയർത്തുന്നു. പാദത്തെ ഒരു ലീവർ പോലെയാക്കി മാറ്റുകയും നമുക്ക് നടക്കാനും ഓടാനുള്ള ആവശ്യമായ ഊർജ്ജം തരികയും ചെയ്യുന്നു. ഇനി ഇത് ഉപ്പൂറ്റി വേദനയ്ക്ക് എങ്ങനെയാണ് കാരണമാകുന്നത്? ഒന്നാമത്തത് അമിതമായ ഉപയോഗമാണ്. ഒരു ദിവസം ഒരുപാട് നേരം നിൽക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഫേഷ്യ തുടർച്ചയായിട്ട് വലിഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൂടാതെ കാഫ് മസിൽസ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്ലാന്റാ ഫേഷ്യയെ കൂടുതൽ ടൈറ്റാക്കും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുമ്പോഴത്തേക്കും ഈ പ്ലാന്റാ ഫേഷ്യയുടെ ടിഷ്യൂവിൽ ചെറിയ മൈക്രോ ടേഴ്സ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന് ഈ ടേഴ്സ് സ്വയം റിപ്പയർ ചെയ്യാനായിട്ട് കഴിയാതെ വരുമ്പോഴാണ് അത് ഇൻഫ്ലമേഷനായിട്ടും വേദനയായിട്ടൊക്കെ മാറുന്നത്. ഇനി വേറെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാദത്തിൻ്റെ ഘടനയും അതിൻ്റെ ബയോമെക്കാനിക്സും. ഈ ബയോമെക്കാനിക്സ് ശരിയാകാതെ വരിക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പാദത്തിൻ്റെ ആർച്ച് തീരെ കുറവാണെങ്കിൽ നടക്കുമ്പോൾ പാദം അമിതമായിട്ട് ഓവർ പ്രൊനേഷൻ ഉണ്ടാകും. അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വില്ലാസ് മെക്കാനിക്സത്തെ ബാധിക്കും. ഇനി ഹൈ ആർച്ചാണെങ്കിൽ പാദം വേണ്ടത്ര ഫ്ലെക്സിബിൾ ആകാതെ വരുമ്പോഴും ഈ ഫേഷ്യയിൽ അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ നമ്മുടെ വില്ലാസ് മെക്കാനിസത്തെ നമ്മൾ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇതൊരു സ്പ്രിങ് പോലെയാണ്. പാദം തറയിൽ അമരുമ്പോൾ അത് വിരിയണം, നടക്കാൻ വേണ്ടി കാലുയർത്തുമ്പോൾ അത് മുറുകണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഈ വില്ലാസ് മെക്കാനിസം കറക്റ്റ് ചെയ്യണം. അതിനായി നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ ഫുട്ടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. ഇത് ഈ മെക്കാനിസം തകരാറിലാണോ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് എക്സർസൈസ് ചെയ്യുക. കാഫ് മസിൽ സ്ട്രെച്ച് ഈ പിക്ചറിൽ കാണുന്ന പോലെ ചെയ്യുക. സ്ട്രെച്ച് ഒരു 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 30 സെക്കൻഡ്സിൻ്റെ 3 സ്ട്രെച്ച് ചെയ്യുക. രാവിലെയും വൈകുന്നേരവും ചെയ്യുക. കാഫ് മസിൽസിൻ്റെ ടൈറ്റ്നസ് കുറയും. അടുത്തത് ടവൽ കേൾ എക്സസൈസ് ആണ്. 10 to 15 ടൈംസ് ടവൽ ഉള്ളിലേക്ക് ചുരുട്ടുക. 3 സെറ്റ് വീതം ചെയ്യും. അടുത്തത് ബിഗ് ടോ മൊബിലിറ്റി സ്ട്രെച്ച് ആണ്. 10 to 15 സെക്കൻഡ്സ് വരെ വിരൽ വലിച്ചു പിടിക്കുക. 5 തവണ ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിൽ വെച്ച് തന്നെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ വില്ലാസ് മെക്കാനിസത്തെ ഈസി ആക്കുന്നു.